യമൻ രാജ്യത്തെ ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടത്തോടുകൂടി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എപ്പോഴും ദുആയും എപ്പോഴും അദ്കാറുകളും ഒക്കെയാണ്. പക്ഷെ ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നപ്പോ പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു ഒരു സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ചോദിച്ചു, ഏതാണ് മോളെ സന്തോഷവാർത്ത? മറ്റൊന്നുമല്ല, നിങ്ങളൊരു ഉപ്പയാകാൻ പോവുകയാണ്. കാരണം എന്റെ ഉദരത്തിൽ കുട്ടിയുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ഉള്ളതായി ഞാൻ അറിയുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ്, എനിക്ക് നല്ല സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സൽവഴിയിലൂടെ ഞാൻ കടന്നു വരികയാണ്. ആ കുട്ടി എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പരീക്ഷണമില്ല. അല്ലാഹു എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. ദിവസങ്ങൾ കഴിയുമ്പോ ആ കുട്ടിയുടെ, ആ പെണ്ണിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടമായി. തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ പെണ്ണ് കരയുകയാണ്. എന്തിനാണ് ഇത്ര മനോവേദനയിൽ, എന്തിനാണ് നീ ഇത്ര സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്നത്? എന്തിനാണ്? നിനക്കെന്തേ പറ്റിപ്പോയത് മോളെ? ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരു മക്കളെ തരാ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരു കുഞ്ഞിനെ തരൂല്ല. അതുകൊണ്ട് ഇത് വല്ലാത്ത പരീക്ഷണമാണ്. ഈ ഒരു വിഷമത്തിന്റെ സങ്കടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഭർത്താവ് ആ നാട്ടിലുള്ള ആലിമായ മനുഷ്യന്റെ മുമ്പിൽ അങ്ങ് ചെന്നിട്ട് പറയാ, തങ്ങളെ, ഇന്നതുപോലെ എന്റെ ഭാര്യ ഗർഭവതിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് മനസ്സിൽ ഒരുപാട് കുളിർമഴകൾ കൊണ്ടുവന്നു. എന്തിനേറെ കുഞ്ഞിനെ താലോട്ടുന്നത്, കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന എല്ലാം ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. അള്ളാഹുവിന്റെ എന്റെ പെണ്ണിന്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ അള്ളാഹു ഇവിടന്ന് കളഞ്ഞുപോയി. അപ്പൊ തന്നെ മഹാനുഭാവൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? അവള് പറഞ്ഞു, അള്ളാഹു മക്കളെ തരൂല്ല, ഇതെന്ത് പരീക്ഷണമാ. അപ്പോഴാണ് അലിമായ സുഫിയായ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ഭാര്യ പറഞ്ഞതാണ് തെറ്റ്. അതേ സമയത്ത് ആ ഒരു കുട്ടി നഷ്ടമായപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സകലമാന സ്തുതികളും. മക്കളെ തരുന്നത് നീയാണ്, മക്കളെ പോറ്റി വളർത്തുന്നത് നീയാണ്. എന്നാൽ ഉദരത്തിന്റെ ഉള്ളിലുള്ള ആ കുട്ടിക്ക് റബ്ബെന്തെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്താൽ, ആ പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിന്റെ ഭർത്താവ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു നന്മ, നല്ല ഒരു നന്മ ചെയ്താൽ, അല്ലാഹുവേ അവരെ അല്ലാഹു തആല മക്കളെ കൊണ്ട് പരീക്ഷിക്കൂല. അപ്പൊ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള കുട്ടിയാണോ, അതിനെ അല്ലാഹു എടുത്ത് കളഞ്ഞേക്കാ. അതല്ലാതെ ബേജാറാകണ്ട, സങ്കടപ്പെടണ്ട, വിഷമപ്പെടണ്ട. അങ്ങനത്തെ അവസ്ഥയിലാണ്. പക്ഷേ നിന്റെ ഭാര്യ പറഞ്ഞത് തെറ്റ്. കാരണം അല്ലാഹു എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ലാഹുവിന് ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റോ? ഞങ്ങളെത്ര കരഞ്ഞിട്ട് കിട്ടിയതാണ്. എന്നാ മക്കളെ തരുന്നത് റബ്ബ്, മക്കളെ പിടിക്കുന്നതും റബ്ബ്. എന്നാൽ ഇനിയും അല്ലാഹുവിന് മക്കളെ തരാ. അതിനെന്ത് വേണമെന്നറിയോ? വലക്കൽ ഹംദു യാ അല്ലാഹ്, വലക്കൽ ശുക്റു യാ അല്ലാഹ്. ആ ഒരു വിഷമത്തിന്റെ ടൈമിൽ പോലും, ആ ഒരു ദുഃഖത്തിന്റെ ടൈമിൽ പോലും അല്ലാഹുവിനെ സ്തുതിക്കുക. ആ മനസ്സിൽ സങ്കടാണ്, മനസ്സിൽ വിഷമാണ്. ആ സമയത്ത് അല്ലാഹുവിനെ സ്തുതിച്ചു. നല്ല മനസ്സോടുകൂടി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിടക്കുകയാണോ? എന്നാ അല്ലാഹുവേ, അല്ലാഹു വേറൊരു വഴിയിലൂടെ, അല്ലാഹു കുറച്ചു കഴിഞ്ഞ സ്വാലിഹീങ്ങളായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ തരും. മറിച്ച് റബ്ബങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നവരാണ്, അവരാണ് പരാജയപ്പെട്ടവരെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു പരീക്ഷണം വരുമ്പോ ആ പരീക്ഷണത്തെ അതിജീവിക്കാതെ പറയാ, അത് വല്ലാത്ത സങ്കടായിപ്പോയി, വല്ലാത്ത ദുഃഖായിപ്പോയി. റബ്ബെന്ത് പരീക്ഷിക്കുന്നേ? അതിനു പകരം അല്ലാഹുവിനെ സ്തുതിച്ചു. അല്ലാഹുവിനെ സ്തുതിച്ചു. റബ്ബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്. ആ നീറുന്ന കരങ്ങളോടെ മനുഷ്യന്മാരാവുന്ന നമ്മൾ ഇങ്ങനെ കടന്നു പോയാൽ, അല്ലാഹുവേ
നമുക്ക് സന്തോഷം ലഭിക്കുമല്ലോ. ആ വഴികളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാ, എന്നെ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ, എന്നെ സങ്കടപ്പെടുത്തല്ല റബ്ബേ. അതുകൊണ്ട് പരീക്ഷണം വരുമ്പോ പതറാത്തവരാണ് വിജയിക്കുന്നവര്, ആ പരീക്ഷണത്തിൽ പതറിപ്പോയവരാണ് പരാജയപ്പെട്ടവര്. അതുകൊണ്ട് രണ്ടാമത്തതോ, അള്ളാഹുവേ നമ്മൾ നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും വന്നാ എന്താ പറയാ? എത്രയോ ആളുകളില്ലേ വേറെ, അള്ളാഹുവിന് അവരൊന്നും വേണ്ട, എന്നോട് മാത്രം എന്തിനാണ് റബ്ബ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് എന്റെ അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹുവിന് അറിയാത്ത ഒന്നുമില്ലല്ലോ. അള്ളാഹുവിനൊരു സൃഷ്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന് നിങ്ങളിലുള്ള ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അള്ളാഹു ചെയ്യൂല. അങ്ങനെയാണ്. ആരൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും, ആരെല്ലാം കുറ്റപ്പെടുത്താൻ നോക്കിയാലും, ആരെല്ലാം കളിയാക്കാൻ നോക്കിയാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിലുള്ള മുഴുവൻ ആളുകൾ കടന്നു വന്നിട്ട് ആ മനുഷ്യനെ കളിയാക്കാൻ നോക്കിയാലും അവൻ പരാജയപ്പെടില്ല, അവൻ സങ്കടത്തിലാകില്ല. കാരണം അവന്റെ കാര്യം ഫീ ദിമ്മത്തില്ല, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. റബ്ബ് ഏറ്റെടുത്തവനെ ദുനിയാവിലുള്ള പടച്ചവന്റെ സൃഷ്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു ഏറ്റെടുത്ത ഒരാളെ ദുനിയാവിലുള്ള ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അവിടുന്ന് കുറെ ബുദ്ധിമുട്ടുകളായി മാരകമായ രോഗം പിടിപെടുകയാണ്. പിടിപെട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട്, ശരീരം മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ആ ഒരു വേദനയിലും ആ ഒരു ദുഃഖത്തിലും ആ ഒരു പ്രയാസത്തിലും അല്ലാഹുവേ, ആ ഒരു സങ്കടത്തിന്റെ വഴിയിൽ പോലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലൂടെ അവിടുന്ന് ചലങ്ങൾ എത്തി വരുമ്പോഴും അവിടുന്ന് പറഞ്ഞത് അല്ലാ, പടച്ചോനേ, അല്ലാഹുവേ, യാ അല്ലാ, എന്റെ ശരീരം മുഴുവനും വല്ലാതെ വ്രണങ്ങളായി. പക്ഷേ നിന്നെപ്പറ്റി ഓർക്കുന്ന, നിന്നെപ്പറ്റി ദിക്റ് ചൊല്ലുന്ന ഈ നാവിനൊന്നും തരല്ലേ റബ്ബേ. നമ്മുടെ ഒരു കാല് വേദനിച്ച് നമ്മൾ പറയും, അല്ലാഹു എന്താ എന്നോട് മാത്രം റബ്ബെന്താ ഇങ്ങനെ ചെയ്യുന്നത്? വേറെ എത്ര ആളുകളില്ലേ എന്നൊരു ചോദ്യം വന്ന പോലെ അല്ലാഹുവിൻ കാരുണ്യക്കടലാകുമോ, കനിവായി താഹാവിൻ വാക്കാകുമോ, അമ്പിളിച്ചേലൊത്ത താഹാനൂറ്, അജബായി തിളങ്ങുന്ന ഖൈറാം നൂറ്. ഇരുകരം നീട്ടി കരഞ്ഞോവെന്നാൽ ഇരുലോക നന്മയും വന്നു ചേരും. ഇരുകരം നീട്ടി കരഞ്ഞോവെന്നാൽ ഇരുലോക നന്മയും വന്നു ചേരും. റബ്ബേ സ്തുതിക്കാത്ത കാലത്തോളം കാവൽ ലഭിക്കാതെ നീയും മാറും. റബ്ബേ സ്തുതിക്കാത്ത കാലത്തോളം കാവൽ ലഭിക്കാതെ നീയും മാറും. ഏത് പരീക്ഷണം വന്നാലും, ഏത് സങ്കടം വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹുവിനെ മുന്നിൽ വെക്കുക, റബ്ബിനെ മുന്നിൽ വെച്ചുകൊണ്ട് കടന്നു വരിക. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അവിടെയാണ് നമുക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ വന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, സങ്കടപ്പെടുത്തല്ല റബ്ബേ. ശുദ്ധമായ നന്മയിൽ ആ സന്തോഷത്തിലൂടെ മനുഷ്യന്മാരാകുന്ന നമ്മൾ ഇങ്ങനെ കടന്നു പോകണം. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മേഖലകളിലൂടെ കടന്നു പോകുമ്പോ ആളുകളോട് ഉപദേശം കൊടുക്കുന്നത്, നിങ്ങൾ അല്ലാഹു നിങ്ങളെ എത്ര പരീക്ഷിച്ചാലും, അല്ലാഹു നിങ്ങളെ എത്ര സങ്കടപ്പെടുത്തിയാലും നിങ്ങൾ അല്ലാഹുവിന് എതിരായിട്ടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ റബ്ബിന് എതിരാകാത്ത എന്ത് നിങ്ങൾ പറയും
പറയുന്നു, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ്. കാല് മുറിച്ചു മാറ്റി, ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി. എന്റെ പെങ്ങളെ, അള്ളാഹു തന്ന മക്കളെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. ആ പ്രിയപ്പെട്ട മക്കള് പെട്ടെന്ന് അവിടെ അബോഷനായി. അങ്ങനെ വരുമ്പോ അതേ വേദനയായി നിങ്ങൾ കിടക്കുമ്പോ അള്ളാഹുവേ ഇതെന്താണ് കാണിച്ചെന്ന് പറയാതെ അള്ളാഹുവിനെ സ്തുതിച്ചാൽ, അള്ളാഹുവേ അൽഹംദുലില്ലാഹി അൽഫ മറ എന്ന് പറയും തോറും അള്ളാഹുവിന് നിന്നോട് ഇഷ്ടം കൂടും. അള്ളാഹു നല്ല മക്കളെ തരും, അള്ളാഹു നല്ല സന്തോഷം തരും. അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ വന്നാലും, ഏത് ദുഃഖങ്ങൾ വന്നാലും, ഏത് നൊമ്പരങ്ങൾ വന്നാലും അല്ലാ എന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വന്നാൽ അള്ളാഹു നമുക്ക് സന്തോഷം തരുമെന്ന് പഠിപ്പിച്ചു പോയത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുത്ത് മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിൽ വരുന്ന ഓരോരുത്തരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഒരാൾക്കും ഒരു വേദന കൊടുക്കല്ല റബ്ബേ, ഒരാൾക്കും ഒരു സങ്കടം കൊടുക്കല്ല പടച്ചോനെ. അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ കടമുള്ളവരുണ്ട് പടച്ചോനെ, അവരുടെ കടങ്ങളെ വീട്ടാനുള്ള വഴി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. ശ്വാസം മുട്ടുള്ളവർ, കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, ശരീരം വേദനിക്കുന്നവർ, അങ്ങനെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. വെരിക്കോസ് പോലത്തേക്ക് രോഗം വന്നിട്ട് കാലിന്റെ മുറിവ് പോലും ഉണങ്ങാത്ത പലരും ഉണ്ട് പടച്ചോനെ. അല്ലാഹ് എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഓരോ ഉമ്മമാരുടെ ഓരോ മക്കളും നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ ലോൺ എടുത്തിട്ട് ആ ലോൺ കൊണ്ട് ബുദ്ധിമുട്ടായ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ. സഹിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ കഴിയുന്ന, വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പടച്ചോനെ. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവിന്റെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹുവേ അവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. അവർക്ക് ഇൽമു പറയുന്നതിന്റെ ആ ഒരു മാധുര്യവും ആ ഒരു പ്രതിഫലവും നീ അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇതിനെ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ. ഇഷ്ടപ്പെടുന്നു നിനക്ക് അമൽ ചെയ്യുന്നവരൊക്കെ നിനക്ക് ഇഷ്ടാൻ. എന്നാലും ഞങ്ങളുടെ ഈ ഒരു സമയത്ത് ഈ മജ്ലിസിൽ വരുന്നവർ, ഒരുമിച്ച് ഓടുന്നവർ അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ആ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ, നല്ല ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പലരും പല പല ദുഃഖത്തിലും പല നൊമ്പരത്തിലും പല സങ്കടത്തിലുമാണ് റബ്ബേ. അല്ലാഹുവേ എന്ത് സങ്കടാണെങ്കിലും നീ മാറ്റണേ അല്ലാഹ്. വിദേശ രാജ്യത്തുള്ളവരുടെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാ മേഖലയിലും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനുകൾ മുഴുവനും നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടെ ഈ പവിത്രമാക്കപ്പെട്ട ഈ മജ്ലിസിൽ എന്നോടൊപ്പം ഒന്ന് ചൊല്ലുമോ? അല്ലാഹു അല്ലാഹു അല്ലാഹ്, 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്,
അല്ലാഹു 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 അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ റബ്ബേ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദിക്ർ ചൊല്ലിയവരെ നിനക്കറിയാമല്ല റബ്ബേ അവരെ തട്ടല്ലേ അല്ലാഹ് അവരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ് അവരിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ഈ മജ്ലിസിനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്നവർ അല്ലാഹുവേ ഒരാളെയും വിഷമത്തിലാക്കല്ല അല്ലാഹ് ശരീരങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല്ല അല്ലാഹ് പടച്ചോനെ കണ്ണീരും നൊമ്പരത്തിലുമായി കഴിഞ്ഞുകൂടുന്നൊരവസ്ഥ വെക്കല്ലേ റബ്ബേ അങ്ങനത്തൊരു വേദന കൊടുത്ത് അങ്ങനത്തൊരു സങ്കടം കൊടുത്ത് നീ കണ്ണീരിലാക്കല്ല അല്ലാഹ് പടച്ച റബ്ബേ ആരല്ല എന്തെല്ലാം നീയത്ത് ഖൽബിന്റെ അകത്തട്ടിൽ വെച്ച് ഈ ദിക്ർ ചൊല്ലിയോ നിന്റെ നാമം ചൊല്ലിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ദുഃഖത്തിലും ദുരിതത്തിലുമാക്കി നീ സങ്കടത്തിലാക്കല്ലേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ